5 കോടി രൂപയാണ് നമുക്ക് ഇവിടെ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി ബഹുമാനായിട്ടുള്ള വീഡിയോസ് എന്നോടൊപ്പം അനുവദിച്ചത്. അപ്പൊ അതില് ഈ പുറത്തെ ഗ്രൗണ്ടിൽ പണിയണോ പുതിയ ഗ്രൗണ്ടിൽ പണിയണമെന്നുള്ള തർക്കം ദീർഘകാലം നിന്നു. ലാസ്റ്റ് പുതിയ ഗ്രൗണ്ടിൽ പണിയാൻ വേണ്ടി തീരുമാനമായി. ആ പുതിയ ഗ്രൗണ്ടിൽ പണിതപ്പോൾ ഈ 5 കോടി അനുവദിച്ചതിൽ 3,30,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് മാത്രമേ തയ്യാറാക്കി. അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് 3,30,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് മാത്രം തയ്യാറാക്കി. സാധാരണ ഏത് ഫണ്ട് അനുവദിച്ചാൽ 3,30,00,000 എസ്റ്റിമേറ്റ് എടുത്തുള്ളിൽ ബാക്കി കാശോടെ കിടക്കും. നമുക്കത് പുതിയതായിട്ട് മറ്റു രണ്ടാമത് പ്രോജക്റ്റ് കൊടുത്ത് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ കിഫ്ബിയുടെ ഫണ്ടായതിന്റെ പേരിൽ 3,30 തന്നെ കിട്ടുമെന്ന് പറയുന്നത്. ഈ 3,30 കോടി രൂപയുടെ 3,30,00,000 എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോ അതിന് ഫെൻസിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് 2-3 ബൈക്ക് ഓടിക്കുന്നവര് ഇതിന്റെ ഉള്ളിലേക്ക് ബൈക്ക് കയറ്റിയെന്ന് ബൈക്ക് ഓടിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി. നാട്ടുകാര് വടിയായിട്ട് ഓടിച്ച് അവിടെ നിന്ന് ഓടിച്ചിടരുത്, കല്ലാനായിട്ട് ഓടിച്ചിടരുത്. രാത്രി ഇതിലിട്ട് ബൈക്ക് ഓടിക്കാൻ വേണ്ടി ഈ ടർഫിന്റെ സ്ഥലത്ത്. അപ്പൊ അടിയന്തരമായിട്ട് വാഹനങ്ങൾ കയറാത്തതിൽ എന്തെങ്കിലും ഫെൻസിങ് നഗരസഭ തന്നെ മുൻകൈയെടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ സാധനം നശിച്ചു പോകും. അതിന് ചുറ്റുമൊക്കെ നിറയെ കാടായി, പുല്ലുകൊണ്ട് നിറഞ്ഞു. നഗരസഭയിൽ നിന്ന് അടിയന്തരമായിട്ട് ആ ചുറ്റും പുല്ല് വെട്ടാനുള്ള സൗകര്യം ഒരുക്കണം. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ചെന്നപ്പോ ഏകദേശം ഒരു 50-ലധികം ചെറുപ്പക്കാരോട് കളിക്കുന്നുണ്ട്, ഈ സ്ഥലത്ത് കളിക്കുന്നുണ്ട്. പിള്ളേര് കളിച്ചോട്ടെ, പക്ഷെ ഈ ബോർഡ് പോയാലും വലിയ കാട്ടിലേക്ക് പോകണം. അപ്പൊ ഒന്ന് അത് ചെയ്യാനും ചെയർമാന്റെ മുൻ ചെയർമാന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി, ആ മന്ത്രിനൊക്കെ വേണ്ട അഡീഷണൽ ഫണ്ട് അനുവദിക്കുക, അതിനുള്ള ഫെൻസിങ്ങിനുള്ള സമയം ഉണ്ടാക്കണം. നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരില്ല, അപ്പോൾ അടിയന്തരമായിട്ട് ശ്രമം നടത്തുക. എല്ലാവർക്കും നമസ്കാരം. കായിക പ്രതിഭകൾ ഒരുപാട് വളർന്നു വന്ന ഒരു പട്ടണമായ ചാലക്കുടിയിൽ, പ്രത്യേകിച്ച് ഫുട്ബോളിൽ മഹാരഥന്മാർ അവരിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരുടെ അമരത്വം നിറഞ്ഞ സ്മരണകൾ ഇന്നും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ചാലക്കുടിയിൽ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ വികസനങ്ങളിൽ ഒന്നാണ് 5 കോടി രൂപയുടെ ടർഫ് സ്റ്റേഡിയം. ഫിഫ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിച്ചതാണെന്ന് ഭരണാധികാരികൾ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞ ആ സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതിയാണ് നിങ്ങൾ കാണുന്നത്. 5 കോടിയാണ്. 5 കോടി അതല്ലേ, 5 കോടി തന്നെയല്ലേ നിങ്ങൾ കേട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ 5 കോടി ചിലവഴിച്ചിട്ടില്ല, 3 ചില്ലാൻ കോടിയേ ചിലവഴിച്ചിട്ടുള്ളൂ. ഈ തുകകൾ 5-3 ആവില്ലല്ലോ, 3-5 ആവില്ല. പറയുമ്പോൾ നല്ല ഗീർവാനടിക്കാൻ നല്ല സുഖം. 3 ചില്ലാൻ കോടി രൂപ എങ്ങനെയാണെന്നറിയോ? ഇത് ബി ഡി ദേവസ്വയുടെ കാലഘട്ടത്തിൽ വന്നൊരു പ്രൊജക്റ്റാണ്. അത് നിരവധി തർക്കങ്ങളും നിരവധി പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ആ സാധനം ബോയ്സ് സ്കൂളിൻ്റെ പിറകിലുള്ള ഗ്രൗണ്ടിലേക്ക് മാറി. എന്നാൽ 5 കോടി രൂപയുടെ പ്രൊജക്റ്റ് തയ്യാറാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മണ്ടത്തര, ഏറ്റവും വലിയ തോൽവി. അതിൽ 3 ചില്ലാൻ കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് സംഗതി ഉണ്ടാക്കിയത്. അതിൻ്റെ അനുസരിച്ചുള്ള പരിപാടികൾ നടന്നു. പ്രിയപ്പെട്ടവർ, ഈ ടർഫ് സ്റ്റേഡിയങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സ്റ്റേഡിയം, ടർഫ് ഗ്രൗണ്ടുകൾ, ഇതൊക്കെ വരുന്നേക്കാളും മുൻപ് ആദ്യം വരുന്നതിൻ്റെ ഫെൻസിങ്ങാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയം, ഇത്രയും ക്വാളിറ്റിയുള്ള, ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു ടർഫ് സ്റ്റേഡിയം, ഒരു ടർഫ് ഗ്രൗണ്ട് ചാലക്കുടി വന്നിട്ട് അതിൻ്റെ സ്ഥിതിയാണ് കാണുന്നത്. 4 സൈഡിൽ നിന്നും പുല്ല് കയറി നാശോന്മുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പട്ടി കടിച്ച് അതിൻ്റെ മുഴുവനും, അതിൻ്റെ ഈ പറയുന്ന ടർഫിൻ്റെ പല ഭാഗങ്ങളും പട്ടി കടിച്ചുകൊണ്ട് പോകണം. അത് നിർമ്മാണം കഴിഞ്ഞില്ല, അപ്പോഴേക്കും അവിടെ കളി തുടങ്ങി. എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ചാലക്കുടിക്കാരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി, ചാലക്കുടിയിലെ കായിക താരങ്ങളോട്, വളർന്നു വരുന്ന കായിക താരങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയാണ്. ഇത് നഗരസഭാ കൗൺസിലിൽ ചർച്ചയായി. ഈ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നത് സ്ഥിരമായിട്ട് ഞങ്ങൾ MLA-യുടെ ശ്രദ്ധപ്പെടുത്താം. MLA-ക്ക് ഇല്ലാത്ത സംഭവമൊന്നുമില്ല. ഏത് MLA-ക്ക് ഇല്ലാത്ത സംഭവം ഞങ്ങൾ MLA-യുടെ ശ്രദ്ധപ്പെടുത്താം. പണി കഴിഞ്ഞിട്ടില്ല. ചെയർപേഴ്സൺ പറഞ്ഞ സംഭവമാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന്. ഇതിൽ ഏറ്റവും ആദ്യം വരേണ്ട സംഭവം ഫെൻസിംഗ് ആയിരുന്നു. ആ ഫെൻസിങ് വരാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി എന്നാണ് ഇത് തീരാ? ചെയർപേഴ്സൺ പറഞ്ഞത് ഇത് MLA-യുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ഉടനെ അതിന് ഫണ്ട് അനുവദിക്കും എന്ന്. അതിനുള്ളിൽ ഈ പറയുന്ന ടർഫ് ഉണ്ടാവില്ല. ഈ സാധനം മുഴുവൻ കാടും കയറി പട്ടിയും കടിച്ച് ഈ സാധനം നാശോന്മുഖമാക്കും. ഇനി അതിൽ ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചർച്ച ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഈ പറയുന്ന ടർഫ് ഗ്രൗണ്ടുമായിട്ട് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ MLA-യുടെ ഒരു എഫേർട്ട് അതിലുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കാനായിട്ട് എഴുന്നേറ്റുന്നത് വത്സൻ ചമ്മക്കരയാണ്. UDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം എഴുന്നേറ്റ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ സംസാരിച്ചത് വത്സൻ ചമ്മക്കരയാണ്. ഞാനത് ശ്രദ്ധിച്ചു. UDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ചെയർപേഴ്സൺ പിന്നെ പറയേണ്ടി വന്നു അതിനൊരു ഉത്തരം. 5 കോടി ഇല്ലെങ്കിൽ 3 കോടി രൂപയുടെ വികസനത്തിൻ്റെ ഫലമായിട്ട് MLA-യുടെ എഫേർട്ടിൽ വന്ന ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥിതിയാണ്. നഗരസഭയ്ക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ? നഗരസഭയ്ക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. ഈ കായിക താരങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ചരിത്രത്തിൽ നിങ്ങളെ രേഖപ്പെടുത്തും. ഈ ഗ്രൗണ്ട് മുഴുവൻ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. ഇന്നും ഇപ്പോൾ കുട്ടികളവിടെ വന്ന് പിള്ളേർ വന്ന് കളിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയാകാത്ത സ്ഥലത്ത് വന്നിട്ട് എങ്ങനെയാണ് കളി നടക്കുന്നത്? എന്തെങ്കിലും ഒരു സജ്ജീകരണം അവിടെ ചെയ്തില്ലെങ്കിൽ ആ ഗ്രൗണ്ട് നാശോന്മുഖമാകും. 5 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് പോലും തയ്യാറാക്കാൻ പറ്റാത്ത ഈ ചാലക്കുടിക്കാരെ, ഇതെങ്ങനെയാണ് ഇവിടെ കായിക വികസനം വരുന്നത്? എത്രയോ പ്രതിഭാധനരായ കായിക താരങ്ങൾ വളർന്നു വരുന്നു. അവരൊക്കെ കളിക്കേണ്ട ഇതുപോലുള്ള ഇടങ്ങൾ, ഇതൊക്കെ അനുവദിച്ച് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഇടങ്ങളെ നശിപ്പിച്ച് കളയരുത്. എന്തായാലും ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ചർച്ചയായി. പ്രതിപക്ഷ കൗൺസിലർമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ അതിന് കിട്ടിയ ഉത്തരം MLA-യുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അതിന് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്ന് ചെയ്യും? അതിനുള്ളിൽ ഈ ഗ്രൗണ്ട് ഉണ്ടാവോ, ഈ ടർഫ് ഉണ്ടാവോ എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ
ഈ കായിക മേഖലയ്ക്കുള്ള ഒരു വികസനം എന്ന് പറയുന്ന ഒരു പരിപാടി പ്രൊജക്ട് ചാലക്കുടിയിൽ എവിടെയാണ് ഇത് കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ആ കോസ്മോസ് ക്ലബിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു വലിയ സ്ഥലം കുറേ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 25 ലക്ഷം രൂപ നഗരസഭ അടച്ചിട്ടുള്ളതാണ്. എന്തായി അതുമായി ബന്ധപ്പെട്ട്? അതിപ്പോൾ നഗരസഭാ കൗൺസിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഇവിടെ ഗ്രൗണ്ട് കളിയിടങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുക? നിലവിലിപ്പോൾ ബോയ്സ് സ്കൂളിൻ്റെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയ ഗ്രൗണ്ട് കുറച്ചും കൂടി ഭംഗിയാക്കാന്നുള്ള കാര്യങ്ങളോ, ഇതിനൊക്കെ ഒരു വിഷൻ വേണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രദേശം, നമ്മുടെ പട്ടണം, നമ്മളിരിക്കുന്ന കസേര എന്ന് പറയുന്നത് ഒരുപാട് തലമുറകൾക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സംഭവങ്ങളാണ്. പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലുള്ള ആളുകൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു പട്ടണമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഈ വികസനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം എന്ത് തേങ്ങയാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉണ്ടാക്കിയ സാധനങ്ങൾ വരെ നശിപ്പിച്ച് കളയുന്ന പരിപാടി. എന്തായാലും നഗരസഭാ കൗൺസിൽ ഇത് ചർച്ച ചെയ്തു, ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. പക്ഷേ പൊതുജനങ്ങൾ ഇത് കൃത്യമായിട്ട് ഭരണാധികാരിയോട് ചോദിക്കണം. ഇങ്ങനെ ഒരു സ്റ്റേഡിയം പണിതിട്ട് അത് പട്ടിക്ക് കടിച്ചുകൊണ്ട് പോകാനും കാട് കയറി വളരാനും വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിക്കാൻ ചാലക്കുടിയിൽ ആരെങ്കിലും ഉണ്ടായാൽ നമ്മുടെ വികസനങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അത് 5 കോടി രൂപ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഏജൻസി, സർക്കാർ ഏജൻസി തയ്യാറാക്കിയപ്പോൾ അതിൽ ഇത്ര രൂപയാണ് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത്ര രൂപയ്ക്ക് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. 5 കോടി രൂപ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, കിഫ്ബി ആ മുഴുവൻ പൈസയും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് 3.30 ഉപയോഗിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ആ 3.30 അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ആ പൈസ ചെയ്തത്. അങ്ങനെ ഉപയോഗിച്ചിട്ട് ബാക്കി പൈസ നിങ്ങൾ അത് ഉപയോഗിച്ചൂടെ? അത് ഉപയോഗിക്കാൻ പറ്റില്ല ആ പദ്ധതിക്ക്, മനസ്സിലായോ? അതുകൊണ്ട് MLA തീർച്ചയായിട്ടും ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. MLA വേണ്ടി ഈ കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് അതിന്റെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രൗണ്ട് ഫിഫ മോഡലിൽ പണിയാൻ ബഹുമാനപ്പെട്ട മന്ത്രി അനുവദിച്ചു തന്നത് തന്നെ ഏറെ പ്രസക്തമാണ്. അതിലെ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ പരാമർശങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. അവസാന കാലഘട്ടത്തിൽ ചാലക്കുടി MLAക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോ ആ ഫിഫ മോഡലുള്ള ഗ്രൗണ്ട് നിർമ്മാണത്തിലിരിക്കുകയാണ്. ഈ നിർമ്മാണത്തിലിരിക്കുമ്പോൾ നമ്മൾ നിർമ്മാണം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നെങ്കിൽ വളരെ പ്രസക്തമാണ്. ഇപ്പൊ നമുക്ക് കൈമാറി കിട്ടിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും MLA അത് കണ്ടതാണ്, ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതിന്റെ പണികൾ ചെയ്യുന്ന കരാറുകാരെ വിളിച്ചു ഗവൺമെന്റ് കായിക വകുപ്പിനെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് നമുക്ക് ഇത് തുറന്നു കൊടുക്കണം.